നമസ്കാരം. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ക്രിസ്ത്യൻ ദേവാലയത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25ആയി. 80-ലധികം പേർക്ക് പരിക്കേറ്റു. ദമാസ്കസിലെ സെന്റ് ഏലിയാസ് ചർച്ചിലാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. ആരാധനയ്ക്കിടെ ഒരാൾ തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്തതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഇസ്ലാമിക ഭീകരരായ ISIS തീവ്രവാദികളുടെ ആക്രമണത്തിലാണ് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ദമാസ്കസിനടുത്തുള്ള സ്വെലിയിൽ മാർ ഏലിയാസ് പള്ളിയിലെത്തിയ ആക്രമി ആദ്യം അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഏർപ്പെട്ടിരുന്ന വിശ്വാസികൾക്ക് നേരെ വെടിയുതിർത്തുകയായിരുന്നു. പിന്നീടായിരുന്നു തന്റെ നെഞ്ചിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിപ്പിച്ചത്. പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അംഗമാണ് പൊട്ടിത്തെറിച്ച വ്യക്തിയെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് സിറിയയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പുതിയ ഇസ്ലാമിക ഭരണകൂടം ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം എന്നത് ശ്രദ്ധേയമാണ്. തീവ്രവാദ സംഘടനകളുടെ ചില സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും സിറിയയിൽ ഉണ്ടെന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ അടുത്ത ബന്ധുവായ വാസിം അൽ അസദിന്റെ സിറിയൻ സുരക്ഷാ സൈന്യം അറസ്റ്റ് ചെയ്തത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായതെന്നും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആക്രമിക്കൊപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നതായും അവർ ഓടി രക്ഷപ്പെട്ടതായും ദൃക്സാക്ഷികൾ പറയുന്നു. ആക്രമണം നടന്നതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അടിയന്തര പ്രതികരണ സംഘവും ഉടൻ തന്നെ സ്ഥലത്തെത്തി. സമീപ വർഷങ്ങളിൽ സിറിയയിൽ നടന്ന അപൂർവ സംഭവമാണ് ഈ ആക്രമണം. കൂടാതെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള ദമാസ്കസ് ന്യൂനപക്ഷ സമുദായങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതേസമയം നൈജീരിയയിൽ 500-ലേറെ ക്രൈസ്തവരെ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കൊന്നൊടുക്കിയതിൽ പ്രതിഷേധിച്ച് മാർപ്പാപ്പ തന്നെ രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടത്തിയത്. ലോക സമാധാനത്തിന് ഭീഷണിയായ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായി ലോകം ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നാണ് പലരും ഇപ്പോൾ അവകാശപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.